മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കരുവന്നൂരിലെ ചില നേതാക്കൾക്ക് മാത്രമല്ല ഇ ഡിയുടെ കുരുക്ക്. CPM-ന് ഒന്നാകെ കുരുക്കാൻ ഇ ഡി കളത്തിലിറങ്ങുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒന്നും രണ്ടുമല്ല 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ന് കുരുക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ ഡി നടപടി. CPM-ന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡി കൈമാറി. ധനമന്ത്രാലയത്തിനും RBIക്കും ഈ വിവരങ്ങൾ ഇ ഡി കൈമാറിയിട്ടുണ്ട്. സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് അക്കൗണ്ട് തുറന്നതെന്നാണ് കണ്ടെത്തൽ. ഇതിനിടെ CPM-ന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ CPM-ന് ദേശീയ പാർട്ടി പദവി തെറിക്കുമോ എന്ന സംശയങ്ങളുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ പോയാൽ മരപ്പട്ടി ഈനാമ്പേച്ചി ചിഹ്നത്തിൽ CPM-ന് മത്സരിക്കേണ്ടി വരുമെന്ന CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചില ചർച്ചകൾ നടക്കുകയാണ്. അതായത് CPM-ന് ദേശീയ പാർട്ടി പദവി തെറിക്കുമോ എന്ന ചോദ്യത്തിന് 2026 വരെ ദേശീയ പാർട്ടിയായി തുടരാം, പേടിക്കാനില്ല. 10 വർഷ കാലാവധി തുണയാകുമ്പോൾ അതിനുശേഷം എന്തായിരിക്കും CPM-ന്റെ അവസ്ഥ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ദേശീയ പാർട്ടി എന്ന പദവി സ്ഥിരമായി നിലനിർത്താൻ CPM-ന് എന്തായാലും കഷ്ടപ്പെടേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള 3 മാനദണ്ഡങ്ങളിൽ ഒന്നായ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ CPM-ന് ദേശീയ പാർട്ടി പദവി നൽകുന്നത്. കേരളം, ത്രിപുര, ബംഗാൾ, തമിഴ്നാട് എന്നിവയാണ് 4 സംസ്ഥാനങ്ങൾ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 26 സീറ്റിന്റെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി പാർട്ടി നിലനിർത്തി പോരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചില്ല. 2016 ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി 10 വർഷമായി ക്രമീകരിച്ചു. ഈ ആനുകൂല്യത്തിന്റെ ബലത്തിൽ തൽക്കാലം CPM-ന് 2026 വരെ ദേശീയ പാർട്ടിയായി തുടരാം. തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 2 സീറ്റ് വീതമെങ്കിലും ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമാണ്. തമിഴ്നാട്ടിൽ 2 സീറ്റ് ലഭിച്ചില്ലെങ്കിലും 2029 വരെ സംസ്ഥാന പാർട്ടിയായി തുടരാം. എന്നാൽ ബംഗാളിൽ ഇപ്പോൾ 2 സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റെങ്കിലും നേടണം. അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി 2026 നഷ്ടമാകും. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പുറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം ലഭിക്കും. അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MPമാരെ ലോക്സഭയിലേക്ക് അയക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഇതിന് വിദൂര സാധ്യതകൾ മാത്രം. ഏതായാലും ദേശീയ പാർട്ടി ആകുന്നതിനുള്ള 3 മാനദണ്ഡങ്ങളും നിലവിലെ അവസ്ഥയും സാധ്യതയും ഒക്കെ വരും ദിവസങ്ങളിൽ CPM-ന് ചോദ്യമായി മാറുമെന്ന് വ്യക്തം. ഏതായാലും 4 സംസ്ഥാനങ്ങളിലെങ്കിലും ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ 6% വോട്ടെങ്കിലും ലഭിക്കണം. ഒപ്പം ലോക്സഭയിൽ മൊത്തം 4 അംഗങ്ങളെങ്കിലും വേണം.